പല വീടുകളും സമ്പർക്കം ചെയ്യുമ്പോൾ അത് തന്നെ വലിയ സന്തോഷം. എന്ത് വീടുകൾ സമ്പർക്കം ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷം. കാരണം ഇന്നില്ലാതായി പോകുന്നത് അതാണ്. അതുകൊണ്ട് പരമാവധി സമ്പർക്കം ചെയ്യണേ എന്ന് എല്ലാവരോടും പറയുന്നു. ഒരു 10, 40, 50 കൊല്ലം പിന്നിലേക്കൊന്ന് പോകൂ. ഒരു 40 കൊല്ലം പിന്നിലേക്ക് പോകാൻ കഴിയുന്നവർ പോകൂ, കഴിയാത്തവർ പോണ്ട. നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമായിരുന്നു, ഇല്ല? പോവുക, പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുക, ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, അല്ലെങ്കിൽ എന്താ ഭക്ഷണം വെച്ചാൽ കഴിക്കുക, ഒന്നിച്ചിരിക്കുക, കുറച്ച് നാട്ടുവർത്താനം പറയുക, അവനെ പറ്റി കുറച്ച് കുറ്റം പറയുക, അവളെ പറ്റി കുറച്ച് കുറ്റം പറയുക, നല്ലത് പറയുക, ഒക്കെ വേണമെന്നേ. അങ്ങനെ ഹാർദമായൊരു ബന്ധം ഗ്രാമവാസികൾക്കിടയ്ക്ക് തമ്മിലുണ്ടായിരുന്നു. കാലം പോയി ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ പ്രഭാഷണം കഴിയുന്നതിന് മുമ്പ് ഇതിൻ്റെ ക്ലിപ്പിങ്സ് ചിലപ്പോൾ നിങ്ങൾ കാനഡയിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും, അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ സ്വന്തം വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആളെ കുറിച്ച് നമുക്കറിയില്ല. എല്ലായിടത്തും നമ്മളെ വേർതിരിച്ചുകൊണ്ട് മതിൽക്കെട്ടുകൾ ഉയർന്നു കഴിഞ്ഞു. സഹോദരനെ അറിയില്ല, സഹോദരിയെ അറിയില്ല. ഈ ദുരവസ്ഥ മാറണം. അതുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തിട്ട് വലിയ വേദാന്തമൊന്നും മനസ്സിലാക്കിയില്ലേ? വേണ്ട, ഒന്ന് മാത്രം ചെയ്യുക, ഒന്ന് വിരുന്നു പോവുക, വെറുതെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പം അത് അസ്തമിച്ചു പോയത് കൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്താ വല്ല പിരിവിനും വരുവാണോ, ഉപദ്രവം, ഒരുങ്ങി പുറപ്പെട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയും. പറഞ്ഞോട്ടെ, ചെല്ലുക. എന്താ? ഒന്നുമില്ല. എന്താന്ന് ചോദിച്ചേ? അല്ല, നീ എന്താ വന്നേ? ഞാൻ നിന്നെ കാണാൻ. നീ എന്താ വേണ്ടേ? ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞിരുന്നിട്ട് പോവാം. എന്തൊക്കെയാ വീട്ടില്? മോളെവിടെയാ? മോനെവിടെയാ? സന്തോഷമായി ഇരിക്കണില്ലേ? വിഷമമൊന്നും ഇല്ലല്ലോ? അയ്യോ, എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതൊന്നും സാരമില്ലാന്നേ, അതൊക്കെ ലോകത്തിൻ്റെ സ്വഭാവമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പഴയ ആ ഒരു ബന്ധമുണ്ടല്ലോ ഒന്ന് ഊട്ടി വളർത്തി വെക്കൂ. ആ ഒരു പ്രതിജ്ഞ ഈ ഇരിക്കണവർ ചെയ്യുക. ഔപചാരികമായി ഒരുങ്ങി പുറപ്പെട്ട് കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ പോവുകയല്ല, ഔപചാരികമായി ഒരുങ്ങി പുറപ്പെട്ട് ഗൃഹപ്രവേശത്തിന് പോവുകയല്ല. അത് ഔപചാരികമാണ്. ഔപചാരികമായ ബന്ധങ്ങൾ ഒരിക്കലും ഹൃദയത്തിൽ പ്രവേശിക്കില്ല. അത് വെറും ഔപചാരികം, ഫോർമലാണ്. അങ്ങനെയല്ല പറഞ്ഞേ. അല്ലാണ്ട് പോവുക, വൃത്തെ ഒരു വ്രതമാക്കൂ. സ്വാമി, ഒരു കുറച്ചിലല്ലേ? എന്ത് കുറച്ചിലോ? ഒരു കുറച്ചിലുമില്ല. അങ്ങനെയാണ് സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിൽ ധനികര് ദരിദ്രര് വ്യത്യാസമൊന്നും ഇല്ലാതെ, വലിയ ജാതിക്കാർ നാണജാതിക്കാർ ഇങ്ങനത്തെ വ്യത്യാസം ഇല്ലാതെ സമ്പർക്കം ചെയ്തിരുന്നു പരസ്പരം. അതായിരുന്നു നമ്മുടെ കരുത്ത്. ദയവ് ചെയ്ത് ഗൃഹസമ്പർക്കങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ചെറിയൊരു പ്രയാസം ജീവിതത്തിൽ വന്നാൽ പങ്കുവെക്കാൻ ആരുമില്ല. കെട്ടി തൂങ്ങുകയായി ഫാനിൻ്റെ ഹൂക്കിൽ, വിഷം കുടിക്കുകയായി. ഈ പങ്കുവെക്കൽ ഉണ്ടെങ്കിലോ ഒരു പ്രശ്നവും ഇല്ല. പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ട്. നമുക്കൊരു പ്രശ്നപരിഹാരവും ചെയ്യാൻ കഴിയില്ല. ആരെന്ത് പ്രശ്നം കൊണ്ട് ആശ്രമത്തിൽ വന്നാൽ പരിഹാരം ചെയ്യാൻ എനിക്ക് എന്ത് കഴിയും? പക്ഷെ എനിക്ക് ഒന്ന് ചെയ്യാമല്ലോ, ഒരു 10 മിനിറ്റെങ്കിലും അവർക്ക് വേണ്ടി കൊടുക്കുക. അവർ പറയുന്ന മുഴുവൻ ഒന്ന് കേൾക്കുക. എന്നിട്ട് ഒന്ന് പുറത്ത് 2 തല്ല് കൊടുത്ത് ഒക്കെ ശരിയാവും കിട്ടുമോ, പോയി വരൂ പറയുക, മതി. അവർ ആത്മഹത്യ ചെയ്യാണ്ട് രക്ഷപ്പെടുന്നു. 1, 2, 10, 100 അല്ല, ആയിരക്കണക്കിന് പേര്. നമുക്കൊക്കെ ഇത് ചെയ്യാലോ. അങ്ങനെ ആയിരുന്നില്ലേ നമ്മളെ നാട്? എപ്പോഴാണ് ഈ ഔപചാരികതയൊക്കെ വന്നാൽ? നമുക്ക് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് ഉത്തര ഭാരതത്തിലും മറ്റും പോയി കഴിഞ്ഞാൽ കാണാം ഈ പരസ്പര ബന്ധങ്ങൾ. മുതിർന്നവരെ കണ്ട കാല് തൊട്ട് തലയിൽ വെക്കുന്ന യുവസമൂഹത്തെ കാണാം, യുവതികൾ, യുവാക്കൾ ഇന്നും കാണാം. നമ്മുടെ ആത്മഹത്യയുടെ തോത് വളരെ കുറവാണ്. പരസ്പരം തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നു. അവിടെ ഔപചാരിക ബന്ധങ്ങളല്ല നമുക്ക് വേണ്ടത്, ഗൃഹസമ്പർക്കങ്ങളാണ്. അതിനുള്ള വഴിയാണ് ഈ വിരുന്നുപോക്കൊക്കെ. ഒന്ന് ശ്രമിക്കുക എല്ലാവരും.
ഒന്ന് ശ്രമിക്കുക. എന്താ ശ്രമിച്ചുകൂടാ? അല്ല കുറച്ചിലാന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. 2 പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞാൽ അയാൾ ഇങ്ങോട്ടും വരും. അപ്പൊ അങ്ങനെ പിന്നെ അയാളെ വീട്ടിൽ തന്നെ പോകണ്ട, പിന്നെ വേറൊരു വീട്ടിൽ പോവാ. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നാളെ തൊട്ട് തന്നെ തുടങ്ങുക. ചെയ്യുമ്പോൾ വലിയ സ്വാധീന ശക്തിയുള്ളവർ അവരവരുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് വലിയ ധാർമ്മിക രോഷം കൊള്ളുന്നു. എന്തിന്? മൂല്യച്യുതി, ധർമ്മത്തിന്റെ അധപ്പതനം, അത് ഇത്, വർഗീയത നമ്മെ ഗ്രസിച്ചിരിക്കുന്നു, സത്യധർമ്മങ്ങളല്ല, അങ്ങനെയാ ഇങ്ങനെയാ. പക്ഷെ ഒന്നവർ ഉറപ്പ് വരുത്തിയിരിക്കും, ജനവാതിലൊക്കെ അടച്ചിട്ടുണ്ടല്ലോ, പുറത്താരും കേൾക്കുന്നില്ലല്ലോ. പുറത്തു പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ്ട് മാറി. അവിടെ എന്ത് ധർമ്മം? ഏത് ധർമ്മം? പലപ്പോഴും അനുഭവമുണ്ട്. അതുകൊണ്ട് ശരിയാണ് ഈ എഴുതിയത്. സമാനന്മാരെ സംഘടിപ്പിച്ച് ഈ സമാജശക്തിയെ ഒന്നിപ്പിക്കാൻ അങ്ങയുടെ ഉപദേശം എന്താണ്? ഒന്നിപ്പിക്കാൻ ഒന്നേ വഴിയുള്ളൂ, ഒന്നിക്കുക. സംഗച്ഛധ്വം സംവദധ്വം എന്ന് വേദം എക്കാലം പറഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, 10552 മന്ത്രങ്ങളുള്ള ഋഗ്വേദ സംഹിതയുടെ ഒടുവിലത്തെ സൂക്തം അതാണെന്നറിയാം. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. നമ്മളെന്തായി? ഭിന്നിച്ച് ഭിന്നിച്ച് ഭിന്നിച്ച്. ചിന്തിക്കുക. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അത് മാത്രം നോക്കിയാൽ മതി. നമുക്കെല്ലാം പ്രവർത്തിക്കാൻ കഴിയും. ഒരാൾ പ്രവർത്തിക്കണ പോലെ വേറൊരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ എല്ലാവർക്കും കഴിയും. നഭപ്പതന്തി ആത്മസമം പദത്രിണ. തൻ്റെ കഴിവിനനുസരിച്ച് ആ പക്ഷികൾ ആകാശത്ത് പറക്കുന്നേ. ഗരുഡൻ പറക്കണ പോലെ പരുന്തിന് പറ്റുമോ? ഇല്ല. പരുന്ത് പറക്കണ പോലെ കാക്കയ്ക്ക് പറ്റുമോ? ഇല്ല. കാക്ക പറക്കണ പോലെ കുരുവിക്ക് പറ്റുമോ? ഇല്ല. കുരുവി പറക്കണ പോലെ കൊതുകിന് പറ്റുമോ? ഇല്ല. പക്ഷെ ഇവരൊക്കെ പക്ഷികളല്ലേ? ഇല്ല. എന്ത് സ്വാമി, കൊതുക് പക്ഷിയാ? പക്ഷം ഉണ്ടോന്നാ ചോദിച്ചാൽ കാലത്ര ഉണ്ട് എന്നല്ല. 2 കാലാണോ 6 കാലാണോ എന്നല്ല. പക്ഷമുണ്ടോ, ചിറകുണ്ടോ? ഉണ്ട്. എന്നാ പക്ഷിയാ. ശരി. ഇതുപോലെ നമുക്ക് നമ്മുടേതായ തലത്തിൽ ചെയ്യാം, പ്രവർത്തിക്കാം. ധർമ്മോദ്ധാരണത്തിന് വേണ്ടി അടിസ്ഥാനപരമായി സ്വന്തം ഗൃഹത്തിൽ ആചാരശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. ആചാരശുദ്ധി ഉണ്ടാവുക. കഴിഞ്ഞ ദിവസമല്ല, അത് അറിയാണ്ട് പറഞ്ഞു പോയൊരു വാക്ക. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വല്ലാതെ ഹൃദയത്തിൽ തട്ടിയ ഒരു കാഴ്ച അനുഭവിച്ചു. അത് നമ്മുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട്, പ്രഭാഷണ യാത്രയുടെ ഭാഗമായിട്ട് ഒരു വലിയ സമ്പന്നന്മാരായ ഒരു കുടുംബത്തിൻ്റെ വീട്ടിൽ പോകാനിടയായി. ഒരു കോടീശ്വരിയായിട്ടുള്ളൊരു അമ്മയാണ്, ആസാമിലാണ്. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഈ അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ഫാക്ടറികളുണ്ട്, ചായ ഫാക്ടറികളാണ്. അപ്പൊ 100 കണക്കിന് ജീവനക്കാരുണ്ട്. അപ്പൊ ചിദാനന്ദപുര സ്വാമി ആരാ എന്താ എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അവർക്ക് ഒന്നേ അറിയുള്ളൂ, ഒരു സന്യാസി ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെന്ന് മാത്രമേ അവർക്കറിയൂ. അതുകൊണ്ട് ഇവരെ മുഴുവൻ ഒത്തൊരുമിപ്പിച്ചിരിക്കുന്നു. അതിൽ പാട്ടുപാടാൻ അറിയുന്നവര് എല്ലാവരും ഒരു വലിയ ഹാളിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അവര് സങ്കീർത്തനങ്ങൾ ചൊല്ലുകയാണ്. അത് ആരാ ചൊല്ലുന്നേ? ഇവരുടെ ഫാക്ടറിയിലെ ജീവനക്കാർ, തൊഴിലാളികൾ. അത് പല തട്ടുകളിലുള്ള തൊഴിലാളികൾ. ആ തൊഴിലാളികളുടെ തട്ടുഭേദങ്ങളൊക്കെ എവിടെ ഉണ്ട്? കമ്പനി പോയി കഴിഞ്ഞാലുണ്ട്. അവിടെ മാനേജർ വേറെയാണ്, ഓഫീസർ വേറെയാണ്, അറ്റൻഡർ വേറെയാണ്, മറ്റ് ക്ലർക്ക് വേറെയാണ്, ഒക്കെ വേറെയാണ്. പക്ഷെ ഇവിടെ ഒന്നിച്ചിരുന്നു. അതിലേറ്റവും നന്നായി പാടുന്ന അമ്മ അവിടുത്തെ അടിച്ചുതെളി ചെയ്യുന്ന അമ്മയാണ്. അവരാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. ഈ ഉടമസ്ഥയായിട്ടുള്ള കോടീശ്വരി അടക്കം ആദ്യം പോയിട്ട് അവരുടെ കാല് തൊട്ട് തലയിൽ വെച്ചിട്ട് ഇരുന്നു.
അവരാണ് നേതൃത്വം വഹിക്കുന്നത്. ആദ്യം അവരെ നമസ്കരിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അവർ ചിദാനന്ദപുരി സ്വാമിക്ക് വേണ്ടി പാടി. എന്തൊരു മനോഹരങ്ങളായ കീർത്തനങ്ങൾ. ഒരക്ഷരം എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം ആസാമീസ് ഭാഷയാണ്, എനിക്കറിയില്ല. പക്ഷേ ആ പാടിൻ്റെ രാഗവും താളവും അതൊന്നുമല്ല എന്നെ ആകർഷിച്ചത്. എന്നെ ആകർഷിച്ചത് ആ ഒരു ഒരുമയാണ്. അത് ശ്രദ്ധിക്കുക, ഒരു കോടീശ്വരിയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടാറ്റ ടീക്ക്, ബാഗ് ബക്രിക്ക് ഒക്കെ ടീ സപ്ലൈ ചെയ്യുന്നവർ ഇത് വരാ. അപ്പൊ എത്ര വലിയ കമ്പനി ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ആ അമ്മയാണ് അവിടുത്തെ ആ ഫാക്ടറി അടിച്ചു തെളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അമ്മയാണ് ഈ പാട്ട് പാടുന്നതിൽ നേതൃത്വം. അവരുടെ കാല് തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ഇരുന്നത്. അവർ ചൊല്ലിക്കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇവർ ഏറ്റു ചൊല്ലുന്നത്. അങ്ങനെ ഒരു 100-ലധികം അമ്മമാർ ഒന്നിച്ച് പാടുകയാ. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. നമുക്ക് ചെറിയ എന്തെങ്കിലും ഒന്നുണ്ടായാൽ മതിയില്ലേ, അപ്പോഴത്തേക്ക് അഹങ്കാരായി. ആരുടെ നിന്നെ ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ. അതെ, എന്നെ നിനക്കറിയില്ലേ, ഞാൻ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരിയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പൂജ്യനായി. എനിക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് വരാൻ വയ്യ. ഞാൻ കേവലം അറിയില്ല നിങ്ങൾക്ക് എന്നെ നമസ്കരിക്കുന്നേ. ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, ഒരു നിമിഷം. ഇപ്പൊ പ്രഭാഷണ വേദിയിൽ ഇരിക്കുന്നു, ഞാൻ ഉയർന്നിരിക്കണം, തീർച്ചയായിട്ടും വേണം, എന്നാൽ തന്നെ നിങ്ങൾ കാണും. പക്ഷെ നാം ഒന്നാണെന്നും എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും നാം ഒന്നാണെന്നുള്ള ഭാവന സൂക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള വ്യവഹാരം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഞാൻ ധാർമ്മികനാവുന്നുള്ളൂ. എനിക്കൊരു കൊച്ചുകുട്ടി എനിക്കറിയാത്ത വിഷയം പറഞ്ഞു തരികയാണെങ്കിൽ അവനെൻ്റെ ഗുരുവായിട്ട് ഞാൻ അവനെ കാണണം, അവനിൽ നിന്ന് ആദരപൂർവ്വം ഞാൻ കേൾക്കണം. എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയും, എല്ലാവർക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് അവനവന് സ്വാധീനം ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ ധർമ്മത്തിന്റെ സന്ദേശം വ്യാപിപ്പിക്കുക. ഇത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്.